ഹലോ ഗൈസ്, നമ്മളിന്ന് വൈകുന്നേരം അമ്പലത്തിലേക്ക് വന്നിരിക്കാം കേട്ടോ. തിരൂര് ആലത്തിയൂർ ഹനുമാൻകാവിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ തൊഴുതിറങ്ങണം. അപ്പോൾ അതുവരെയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. ദീപാരാധനയുടെ സമയത്താണ് കേട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഹനുമാൻകാവിലേക്ക് പണ്ട് ചെറുതിൽ അച്ഛനൊക്കെ കൊണ്ടുവന്ന ഓർമ്മ എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനിയനും ഞാനും കൂടെ വന്നിട്ടുണ്ട്, അനിയനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ, ചെറിയ കുട്ടിയല്ല അച്ഛനുള്ള സമയത്ത്, ഇപ്പം അച്ഛനില്ല, അച്ഛനുള്ള സമയത്ത് അമ്പലത്തിലേക്ക് വരുമ്പോൾ അച്ഛൻ പറഞ്ഞ കഥകളിലാണ് സീതാദേവി അന്വേഷിച്ചിട്ട് പോകുമ്പോൾ ആ കാര്യം ശ്രീരാമൻ പറയുമ്പോൾ അത് അത്രയും ശ്രദ്ധിച്ച് തല ചെരിച്ച് പിടിച്ച് കേൾക്കണ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് അതെനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറിയിട്ട് വഴിപാട് ഷീട്ടാക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നു കേട്ടോ. കുറച്ച് തിരക്കുണ്ടായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ വൃശ്ചിക മാസം ആയതുകൊണ്ടും. സ്വതവേ അവിടെ തിരക്കുണ്ടാവും, പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോണതല്ലാത്തതുകൊണ്ട് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ വഴിപാടിനൊക്കെ ഷീട്ടാക്കിയിട്ട് നമ്മൾ ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെയുള്ള പരിമിതികളുള്ള സംഭവങ്ങളെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുപോലെ സീതാദേവിയെ അന്വേഷിച്ചിട്ട് ഹനുമാൻ പുറപ്പെട്ടത് എന്ന സങ്കല്പം കൂടെ ഈ ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠകൾക്കുണ്ട് ഇത്രേ. അപ്പോൾ ആ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ എനിക്ക് പഴയ ഒരുപാട് ഓർമ്മകളുണ്ട്. അച്ഛൻ്റെ കൂടെ പോയത്, അനിയൻ കൊണ്ടുപോയത്, അങ്ങനെ. അതിന് ശേഷം ഇപ്പോൾ ഞാൻ അത്രയും വർഷങ്ങൾക്ക് ശേഷം, ഒരു 10-18 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ മക്കളെയും കൊണ്ട് അവിടെ പോണത്. പിള്ളേരിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ അമ്പലത്തിൽ വന്ന് തൊഴണത് കേട്ടോ. അങ്ങനെ നല്ല പോലെ ദീപാരാധനയൊക്കെ തൊഴുത് കണ്ട് ഇറങ്ങാൻ പറ്റി, വഴിപാട് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമുക്ക് അവിടുത്തെ ഒരു പ്രധാന വഴിപാടിലൊന്നാണ് കേട്ടോ, നമ്മൾ അവിൽ കുഴച്ചത് വഴിപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊഴുതിറങ്ങിയിട്ടോ, തൊഴിലൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇവിടുന്ന് അവിൽ വഴിപാടാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. അവിൽ ഇവിടുത്തെ മെയിൻ വഴിപാടാണത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അതിന്. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. വരണ വഴിക്ക് നമുക്ക് പുറത്തുനിന്നാണ്, ചുറ്റമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് നമുക്കത് വഴിപാടാക്കേണ്ടത് കിട്ടുക. അത് അവിടെ നിന്ന് പുറത്തിറങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മൾ കഴിച്ചത്. മോനൊരു ഇലയൊക്കെ കൊണ്ടുവന്ന് അതിലിട്ടിട്ട് നമ്മൾ ആ പ്രസാദം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്വാദം ഉണ്ടായിരുന്നു ആ പ്രസാദത്തിന്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു. ഒരു കിലോമീറ്ററൊക്കെ പോന്നപ്പോഴേക്കും ഗംഭീര മഴയായിരുന്നു, പെരും മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചായ വേണം. ഒരു 6:45-7 മണിക്കായിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരൊറ്റ കടയിൽ നിർത്താനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുവിധം കടകളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് കുറച്ചും കൂടി പോന്നിട്ട് നമുക്ക് കുറേയും കൂടെ പോന്ന് ഒരു കട കണ്ടു. ചെറിയൊരു കടയായിരുന്നു. അതിൽ കയറിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. നമ്മൾ ചായ കുടിക്കാൻ കയറിയതാട്ടോ, നല്ല മഴ വരുന്ന വഴിക്കിൽ. അപ്പോൾ ചായ കുടിക്കാൻ കയറി. ഉണ്ടപ്പൊരി, ചായയും പൂജും കണ്ണനും ഒക്കെ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് വരുന്നുള്ളത് റെഡി ആയിട്ടില്ല, അത് കിട്ടണേണ്ടു. അപ്പോൾ ചായ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. നല്ല മഴയായിരുന്നു അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. പോരണ വഴിക്ക് പൊരി വാങ്ങി, മുറുക്ക് വാങ്ങി. പിന്നെ അവിടുത്തെ അമ്പലത്തിലെ പ്രസാദമാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, അവിലാണ് വഴിപാടാക്കിയതാണ്, അതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.